കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 8ാമത്തെ പാഠമായ നാടറിയാം എന്നതിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി, കാലാവസ്ഥ, കേരളത്തിൻ്റെ മണ്ണ് തുടങ്ങിയ ഭാഗങ്ങളെക്കുറിച്ച് പഠിച്ചിരുന്നു. ഇന്ന് നമുക്ക് കേരളത്തിൻ്റെ ജലസ്രോതസ്സുകളെക്കുറിച്ച് പഠിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഓക്കെ, കേരളത്തിൻ്റെ ജലസ്രോതസ്സുകൾ. മനുഷ്യരുടെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രകൃതി വിഭവമാണ് ജലം. മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്നതിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാന ഘടകമാണ് ജലം എന്ന് പറയുന്നത്. മനുഷ്യർ മാത്രമല്ല, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നിലനിൽക്കുന്നതിന് ജലം ആവശ്യമാണ്. ഭൂമിയിലെ ജലത്തിൻ്റെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ് ഭൂമിയിലെ ജലത്തിൻ്റെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? പുഴകൾ, നീരുറവകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മറ്റെന്തൊക്കെ നമുക്ക് പറയാം? മഴ എന്ന് പറയുന്നത് ഒരു ജലസ്രോതസ്സാണല്ലേ. അതുകൂടാതെ തോടുകളുണ്ട്, കിണറുകളുണ്ട്, കുളങ്ങളുണ്ട്, ജലാശയങ്ങളുണ്ട്, കുഴൽ കിണറുകളുണ്ട്, നദികൾ, തടാകങ്ങൾ, കായലുകൾ ഇവയെല്ലാം ജലസ്രോതസ്സുകൾ ആണ്. മനസ്സിലായോ? ഏതൊക്കെയാണ് ജലസ്രോതസ്സുകൾ? പുഴകൾ, നീരുറവകൾ, തോടുകൾ, കിണറുകൾ, കുളങ്ങൾ, ജലാശയങ്ങൾ, കുഴൽക്കിണറുകൾ, തടാകങ്ങൾ, കായലുകൾ, നദികൾ ഇവയെല്ലാം ജലസ്രോതസ്സുകളാണ്. എന്താണ് ബോക്സിൽ കൊടുത്തിട്ടുള്ളത് നോക്കി. നിങ്ങളുടെ പ്രദേശത്തെ ജലസ്രോതസ്സുകൾ ഏതെല്ലാമാണ് നിങ്ങളുടെ പ്രദേശത്തുള്ള ജലസ്രോതസ്സുകളെന്ന് എഴുതുക. അടുത്ത് നോക്ക്. കിഴക്ക് സഖ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോടുകൂടി ചരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റേത്. സഖ്യപർവ്വതനിരയിൽ നിന്നുത്ഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നു. ഇവ കൂടാതെ നിരവധി തടാകങ്ങളും കുളങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നുമാണ്. കേരളത്തിലാകെ അപ്പോൾ എത്ര നദികളുണ്ട്? 44 നദികളുണ്ട്. അതിൽ ആ നദികൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മലനാട് ഭൂപ്രകൃതിയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. ഇതിൽ 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. ആകെ 44 നദികളുണ്ട്. അതിൽ 3 കിഴക്കോട്ട് ഒഴുകുന്നു, ബാക്കി 41 പടിഞ്ഞാറോട്ടും ഒഴുകുന്നു. കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ ഏതെല്ലാമാണ്? കബനി, ഭവാനി, പാമ്പാർ. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. മനസ്സിലായോ? ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. എന്താണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്? വാഹനത്തിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ജലാശയത്തിലേക്ക് നിക്ഷേപിക്കുന്നു. ഫാക്ടറികളിലെ കുഴലുകളിൽ നിന്നും മലിനജലം ജലാശയത്തിലേക്ക് ഒഴുക്കുന്നു. ഇതെല്ലാം നമ്മൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്. നോക്കിയേ, എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് ജലസ്രോതസ്സുകൾ മലിനമാകുന്നത്? ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ ജലസ്രോതസ്സുകൾ മലിനമാകാം? നോക്കിയേ, മലിനീകരണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഏത് മേഖലയാണ്? ജലാശയ മേഖലയാണ്. എല്ലാവർക്കും അറിയാമല്ലോ അത്. എങ്ങനെയൊക്കെ സംഭവിക്കാം അത്? ജൈവവും അജൈവവുമായ പാഴ്വസ്തുക്കൾ ശാസ്ത്രീയമായി സംസ്കരിക്കാതെ തോട്ടിലേക്കും നദികളിലേക്കും അരുവികളിലേക്കും വലിച്ചെറിയുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ജലം മലിനമാകുന്നുണ്ട്. എങ്ങനെയാണ്? ജൈവവും അജൈവവുമായ പാഴ്വസ്തുക്കൾ ശാസ്ത്രീയമായി സംസ്കരിക്കാതെ തോട്ടിലേക്കും നദിയിലേക്കും അരുവിയിലേക്കും ഒക്കെ വലിച്ചെറിയുന്നു. ഈ വലിച്ചെറിയപ്പെടുന്നതിനകത്തുള്ള പ്ലാസ്റ്റിക്കുകൾ നശിച്ചു പോകാതെ ഇത് വെള്ളത്തിൽ തന്നെ കെട്ടിക്കിടന്ന് ജലം സുഗമമായി ഒഴുകുന്നതിനെ എന്ത് ചെയ്യും? തടസ്സപ്പെടുത്തുന്നു. മനസ്സിലായോ? ജൈവവും അജൈവവുമായ പാഴ്വസ്തുക്കൾ ശാസ്ത്രീയമായി സംസ്കരിക്കാതെ തോട്ടിലേക്കും നദിയിലേക്കും അരുവിയിലേക്കും ഒക്കെ വലിച്ചെറിയുന്നു. അങ്ങനെ ജലം എന്ത് ചെയ്യുന്നുണ്ട്? മലിനമാകുന്നു. പിന്നെ നമുക്ക് എന്ത് പറയാം? പല സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ഉൾപ്പെടെ ദ്രവമാലിന്യവും കക്കൂസ് മാലിന്യവും നേരിട്ട് ജലാശയത്തിലേക്ക് നിക്ഷേപിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? പലപ്പോഴും പത്രത്തിൽ കണ്ടിട്ടില്ലേ? കക്കൂസ് മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാതെ ടാങ്കറുകളിൽ കൊണ്ടുവന്ന് ജലാശയത്തിലേക്ക് നിക്ഷേപിക്കുന്നു എന്നുള്ള വാർത്തകൾ. അതുപോലെ പല സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ഉൾപ്പെടെയുള്ള ദ്രവമാലിന്യവും കക്കൂസ് മാലിന്യവും നേരിട്ട് ജലാശയത്തിലേക്ക് നിക്ഷേപിക്കുന്നതിനും ജലം മലിനമാകുന്നതിന് കാരണമാകുന്നു. പിന്നെ എന്ത് പറയാം നമുക്ക്? വൻകിട വ്യവസായശാലകളിൽ നിന്നുള്ള കെമിക്കലുകൾ ഉൾപ്പെടുന്ന ദ്രവമാലിന്യം സമീപത്തുള്ള നദികളിലേക്കും തോടുകളിലേക്കും പുറന്തള്ളുന്നതും ജലസ്രോതസ്സുകൾ മലിനമാകുന്നതിന് കാരണമാകുന്നു. എന്താണ്? വൻകിട വ്യവസായശാലകളിൽ നിന്നുള്ള കെമിക്കലുകൾ ഉൾപ്പെടുന്ന ദ്രവമാലിന്യം സമീപത്തുള്ള നദികളിലേക്കും തോടുകളിലേക്കും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒഴുക്കി വിടുന്നുണ്ട്. അതും നമുക്ക് സ്രോതസ്സുകൾ മലിനമാകുന്നതിന് കാരണമാകുന്നു. ജലാശയങ്ങൾ മലിനപ്പെടുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു. നിലവിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ചുവടെ നൽകിയിട്ടുള്ള പട്ടികകൾ പരിശോധിക്കുക. പദ്ധതി നിർവഹണം. ജലാശയങ്ങൾ മലിനപ്പെടുന്നത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഏതൊക്കെ പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് നോക്കിയേ. ഏതൊക്കെ പദ്ധതികളാണ്? ഒന്ന്, ഇനി ഞാൻ ഒഴുകട്ടെ. ആരാണ് നടപ്പിലാക്കുന്നത്? ഹരിത കേരളം മിഷൻ. അടുത്തത് മാലിന്യമുക്ത നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പ്, തെളിനീരൊഴുകും നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ജൽജീവൻ മിഷൻ കേന്ദ്ര സർക്കാർ. ഇത് മനസ്സിലാക്കി വെച്ചിരിക്കണം കേട്ടോ. അടുത്ത് നോക്കിയേ, കേരളത്തിൻ്റെ വിളവൈവിധ്യം.
കേരളത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ചില കാർഷിക വിളകളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഏതൊക്കെ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്? നെല്ല്, റബ്ബർ, തെങ്ങ്, തേയില. ഓരോ പ്രദേശത്തിലെയും മണ്ണിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ് ഓരോ വിളകളും കൃഷി ചെയ്യുന്നത്. നെൽകൃഷി സാധാരണ തീരപ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് കാണുക. എന്നാൽ ജലസമൃദ്ധിയുള്ള ഇടനാട് പ്രദേശങ്ങളിൽ നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. റബ്ബർ, തെങ്ങ് തുടങ്ങിയവ ഇടനാട് പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത്. തേയില മലനാട് പ്രദേശത്തും കൃഷി ചെയ്യുന്നു. മനസ്സിലായോ? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു. അപ്പോൾ തണുത്ത കാലാവസ്ഥ, ചരിവാർന്ന ഭൂപ്രകൃതി എന്നിവ കൊണ്ടാണ് മലനാട് മേഖലയിൽ ഏലം, തേയില, കാപ്പി, കുരുമുളക് തുടങ്ങിയവ കൃഷി ചെയ്യുന്നത്. ഭൂപ്രകൃതിയും മണ്ണിൻ്റെ സവിശേഷതകളും ഇടനാടിൻ്റെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നു. മരച്ചീനി, ചേന, ചേമ്പ് തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴകൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ്. അപ്പോൾ ഇടനാട്ടിൽ എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്? മരച്ചീനി, ചേമ്പ്, ചേന, വാഴകൃഷി, റബ്ബർ കൃഷി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. തീരപ്രദേശത്തെ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പുരസമുള്ള മണ്ണ് സഹായകമാണ്. കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തീരപ്രദേശത്തെ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം നെൽകൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പുരസമുള്ള മണ്ണ് സഹായിക്കുന്നു. ഓക്കെ, ഒരു പ്രദേശത്ത് കാർഷിക സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ ഏതെല്ലാം ഘടകങ്ങൾ ഒത്തുചേരണം? ഇതിലെന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? അനുകൂല ഭൂപ്രകൃതി, വളക്കൂറുള്ള മണ്ണ്. നമുക്ക് മറ്റെന്തൊക്കെ പറയാൻ പറ്റും? മേന്മയുള്ള വിത്ത്, ആധുനിക സാങ്കേതിക വിദ്യ, ജലസേചന സൗകര്യം, മനുഷ്യവിഭവശേഷി ഇവയൊക്കെ തന്നെ കാർഷിക അഭിവൃദ്ധിക്ക് കാരണമാകുന്ന ഘടകങ്ങളാണ്. മനസ്സിലായോ? ഇതൊക്കെയാണ് അനുകൂല ഭൂപ്രകൃതി, വളക്കൂറുള്ള മണ്ണ്, മേന്മയുള്ള വിത്ത്, ആധുനിക സാങ്കേതിക വിദ്യ, ജലസേചന സൗകര്യം, മനുഷ്യവിഭവശേഷി തുടങ്ങിയവയൊക്കെ ഒരു പ്രദേശത്തെ കാർഷിക സമൃദ്ധിക്ക് ആവശ്യമായ ഘടകങ്ങളാണ്. മനസ്സിലായല്ലോ? ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലുമുള്ള മണ്ണ്, നിലനിൽക്കുന്ന കാലാവസ്ഥ, ലഭിക്കുന്ന മഴ എന്നിവയ്ക്ക് അനുസൃതമായാണ് അവിടുത്തെ കൃഷി രൂപപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ഏറെ ബന്ധമുള്ളവയാണ്. ഓണം ഒരു വിളവെടുപ്പ് ഉത്സവമാണെന്നറിയാമോ? അതുപോലെ വിഷുവും വിളവെടുപ്പുമായാണ് ബന്ധം. മഴക്കാലത്തിന് ശേഷം കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളംകളി മത്സരങ്ങൾ, വയലുകളിൽ നടക്കുന്ന കാളപ്പൂട്ട് മത്സരങ്ങൾ എന്നിവ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തും. അതായത് വള്ളംകളി, വിഷു, ഓണം, കാളപ്പൂട്ട് മത്സരം തുടങ്ങിയവയൊക്കെ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കേരളത്തിലെ ആഘോഷങ്ങളാണ്. ഇവയൊക്കെ തന്നെ കേരളത്തിലെ സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളുമാണ്. കേരളത്തിൻ്റെ തൊഴിൽ വൈവിധ്യം. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലും വൈവിധ്യമാർന്ന കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് നാം ചർച്ച ചെയ്തല്ലോ. കൃഷി മാത്രമാണോ കേരളത്തിലെ ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിൽ മേഖല? ഏതൊക്കെ തൊഴിലുകളാണ് നിങ്ങളുടെ പ്രദേശത്ത് നിലനിൽക്കുന്നത്? ഏതൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ? മീൻ വളർത്തൽ, തേൻ ശേഖരണം, കന്നുകാലി വളർത്തൽ, താറാവ് വളർത്തൽ, കോഴി വളർത്തൽ, ടാപ്പിംഗ്, ഡ്രൈവിങ്, കച്ചവടം, കയർ വ്യവസായം, അങ്ങനെ ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ പ്രദേശങ്ങളിൽ ജീവിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ ഒരുപാട് മേഖലകളിൽ തൊഴിലുകൾ ചെയ്ത് ഉപജീവനം നടത്തുന്ന ജനങ്ങളെ നമ്മളുടെ മേഖലകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പുരോഗതി നിർണ്ണയിക്കുന്നതിൽ അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾക്കും മനുഷ്യ വിഭവശേഷിക്കും പങ്കുണ്ട്. ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുഗുണമായാണ് അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത്. കായലോരങ്ങളിലെ തൊണ്ടുകല്ലിലും കയറുപിരിക്കലും കുട്ടനാട്ടിലെ നെൽകൃഷിയും താറാവ് വളർത്തലും ഇതിന് ഉദാഹരണങ്ങളാണ്. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. കായലോരങ്ങളിലെ തൊണ്ടുകല്ലിലും കയറുപിരിക്കലും കുട്ടനാടിലെ നെൽകൃഷിയും താറാവ് വളർത്തലും ഒക്കെ ആ പ്രദേശത്തുള്ള ഭൂപ്രകൃതിയും കാലാവസ്ഥയ്ക്കും അനുസരിച്ച് രൂപം കൊണ്ടിട്ടുള്ളതാണ്. മനസ്സിലായോ? ആദ്യത്തെ എന്താണെന്ന് നോക്കി, മൺപാത്ര നിർമ്മാണം. മലനാട്, ഇടനാട് മേഖലകളിലാണ് ഈ തൊഴിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നത്. കളിമണ്ണ് കൊണ്ടാണ് ഈ പാത്രങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ കളിമണ്ണ് സുലഭമായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ ഈ തൊഴിൽ തുടർന്നു കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അടുത്ത നോക്കി, ഭൂപ്രകൃതി വിഭാഗം തൊഴിൽ. ഭൂപ്രകൃതി വിഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. തൊഴിൽ ഇവിടെ എഴുതി ചേർക്കണം. എന്താണ് മലനാട് പ്രദേശത്തെ തൊഴിലുകൾ ഏതൊക്കെയാണ്? തേയില, റബ്ബർ, കാപ്പി, മൺപാത്ര നിർമ്മാണം തുടങ്ങിയവയൊക്കെ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇടനാട്ടിൽ റബ്ബർ, നെല്ല്, തെങ്ങ്. തീരപ്രദേശത്ത് മത്സ്യബന്ധനം, തൊണ്ടുനെല്ലി, കയർപിരിക്കൽ. മനസ്സിലായോ?
കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയും മെച്ചപ്പെട്ട സാമൂഹിക ഭൗതിക സാഹചര്യങ്ങളും ആധുനിക സാങ്കേതിക വിദ്യയും ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിലുകളിൽ മാറ്റങ്ങൾ വരുത്തി. എന്താണെന്ന് നോക്കിയേ, കേരളവും പ്രകൃതി ദുരന്തങ്ങളും. കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും അനുകൂലമായ കാലാവസ്ഥയും ജനജീവിതം സുഗമമാക്കുമെന്ന് നാം കണ്ടല്ലോ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകാറുണ്ട്. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ധാരാളമുള്ള ഭൂപ്രകൃതിയാണ് കേരളത്തിലുള്ളത്. മനുഷ്യരുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ കൂടാതെ ചില പ്രകൃതി ദുരന്തങ്ങളും ജീവലോകത്തെ ഹാനികരമായി ബാധിക്കുന്നുണ്ട്. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. എന്തൊക്കെ ചിത്രങ്ങളാണ് നോക്കിയേ കൊടുത്തിട്ടുള്ളത്? പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി ദുരന്തങ്ങൾ ഏതൊക്കെയാണ്? ചുഴലിക്കാറ്റ്, കാട്ടുതീ, പ്രളയം, സുനാമി, ഭൂകമ്പങ്ങൾ, ഉരുൾപൊട്ടൽ, ഭൂമികുലുക്കം തുടങ്ങിയവയൊക്കെ തന്നെ പ്രകൃതി ദുരന്തങ്ങളാണല്ലേ. മനുഷ്യനും പരിസ്ഥിതിക്കും, ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും എല്ലാം ദോഷകരമായി ബാധിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളാണ് ഇവയെല്ലാം. ഏതൊക്കെയാണ്? ചുഴലിക്കാറ്റ്, കാട്ടുതീ, പ്രളയം, സുനാമി, ഭൂകമ്പങ്ങൾ, ഉരുൾപൊട്ടൽ, ഭൂമികുലുക്കം. ഇവയൊക്കെ തന്നെ മനുഷ്യനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളാണ്. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങളെന്ന് പറയുന്നത്. 2004 കേരളത്തിലുണ്ടായ സുനാമി, 2017 ഓഖി ചുഴലിക്കാറ്റ്, 2018 പ്രളയം, 2019 കവളപ്പാറയിലും 2020 പെട്ടിമുടിയിലുണ്ടായ ഉരുൾപൊട്ടൽ, 2024 വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ഇവയൊക്കെ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളാണ്. ഇനി നോക്കിയേ, ദുരന്ത നിവാരണവും ലഘൂകരണവും. വാർത്താ തലക്കെട്ടുകളുടെ കൊളാഷ് ശ്രദ്ധിക്കൂ. നാടെങ്ങും ദുരിതാശ്വാസ വിഭവ സമാഹരണം. ദുരന്തമുഖങ്ങളിൽ കൈത്താങ്ങുമായി സന്നദ്ധ പ്രവർത്തകർ. ശുചീകരണ പ്രവർത്തനങ്ങളിൽ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങി. പ്രളയബാധിതർ വീടുകളിലേക്ക്. കടലിൻ്റെ മക്കൾ ബോട്ടുകളുമായി ദുരന്തമുഖത്ത്. സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കേരളം ഒന്നിച്ചു. സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയും യുവജനങ്ങൾ, വ്യാപാരികൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഈ വലിയ പ്രകൃതി ദുരന്തത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ സാധിച്ചു. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കിയേ. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവയൊക്കെയാണ് പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന കേരള സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും. കേരളത്തിൻ്റെ ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണ്, ജലസ്രോതസ്സുകൾ, ജലമലിനീകരണം, ജലസംരക്ഷണം, കേരളത്തിലെ തൊഴിൽ വൈവിധ്യം, വിള വൈവിധ്യം, പ്രകൃതി ദുരന്തം തുടങ്ങിയ ഈ പാഠവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായല്ലോ. എല്ലാവരും പാഠഭാഗം നന്നായി വായിച്ചു നോക്കണം കേട്ടോ.
ടീച്ചറിൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.